സ്വാദുള്ളതെല്ലാം നല്ലതാ നമുക്കിന്ന് എന്നെ താഴെ പറഞ്ഞതുപോലെ വായിക്ക് രുചിയുള്ളതെല്ലാം നമുക്ക് നല്ലതെന്ന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ചോദിച്ചു തിരുനബിയോട് സ്വല്ലല്ലാഹു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അൽ-അശറത്തുൽ മുബശ്ശിറിൽപ്പെട്ട മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ദുആർക്കുന്നുണ്ട് പക്ഷെ ഉത്തരം കിട്ടുന്നില്ല, എന്താ വേണ്ടി? ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല, അതെന്താ കാരണം? കടന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലെ ഒരു പിടിമതി സഅദേ നിഷിദ്ധം എങ്കിലേ 40 ദിനം അവനില്ല പ്രാർത്ഥനക്കുത്തരം. അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീ ഇത്തരം. പിന്നീട് താൻ തിന്നാനിരുന്നാലെന്ന് നോക്കും ഹലാലോ അം ഹറാമോ എന്ന്. ഇത് താഴ്വന്റെ പാട്ടാണ്, സംഗതി ഹദീസാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, സഅദേ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഹറാമായ ഭക്ഷണം നിന്റെ വയറ്റിൽ കടന്നാൽ 40 ദിവസത്തോളം ദുആക്ക് ഇജാബത്ത് തടയപ്പെടും. അപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പിന്നെ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും ശ്രദ്ധിക്കും, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കും. എങ്ങനെയൊക്കെയോ കുറേ സമ്പാദിക്കണമെന്നും കുറേ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണമെന്നും ആ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഒന്നും ആലോചിക്കാതെ താൽക്കാലികമായി വായക്ക് രുചിയുണ്ടാകുന്നതെല്ലാം വാങ്ങി അടിക്കുന്ന ഒരു വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് ഈ ഉമ്മത്തിൽപ്പെട്ട പലരും അധപ്പതിച്ചുപോയി. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.